ഓർഡർ ഓഫ് എ പെർമ്യൂട്ടേഷൻ. ഒരു പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ദ ഡെഫിനിഷൻ. ലെറ്റ് സിഗ്മ ബിലോങ്സ് ടു എസ് എൻ. സിഗ്മ എസ് എന്നിലെ ഒരു പെർമ്യൂട്ടേഷനാണ്. ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എം സച്ച് ദാറ്റ് സിഗ്മ റൈസ് ടു എം ഈക്വൽ ടു 1. That is the identity permutation is called the order of sigma. Sigma ഒരു permutation ആണ്. Any permutation in Sn for any n. Then സിഗ്മയുടെ പവറുകൾ നമ്മൾ കണ്ടു. സിഗ്മ റൈസ് ടു 1, that is sigma. Then സിഗ്മ സ്ക്വയർ, സിഗ്മ ക്യൂബ്, അങ്ങനെ എക്സെട്ര നമ്മളൊരു സിഗ്മ റൈസ് ടു എം എന്നുള്ള പവർ കണ്ടു. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ സിഗ്മ സ്ക്വയർ, സിഗ്മ ക്യൂബ് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓരോ പെർമ്യൂട്ടേഷൻ കിട്ടും. അപ്പോൾ സിഗ്മ റൈസ് ടു എമ്മിന് നമുക്ക് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിനെ ഓർഡർ ഓഫ് സിഗ്മ എന്ന് പറയും. ഓർഡർ ഓഫ് സിഗ്മ ഈക്വൽ ടു എം എന്നെഴുതും. ഇനി അതായത് എം ഈസ് ദി ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് സിഗ്മ റൈസ് ടു എം ഈക്വൽ ടു ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ എന്നാണ്. ഇനി സിഗ്മ റൈസ് ടു ചിലപ്പോൾ സിഗ്മയുടെ വേറെ പവേഴ്സിനും ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ കിട്ടാം. പക്ഷേ അങ്ങനെ പവർ കിട്ടുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ ഓർഡർ എന്ന് പറയും. അതായത് ഒരു പെർമ്യൂട്ടേഷൻ്റെ ഏറ്റവും ചെറിയ പവർ, ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ കിട്ടുന്ന ഏറ്റവും ചെറിയ പവറിനെ, എക്സ്പോണൻറ്റിനെ നമ്മൾ ഓർഡർ ഓഫ് ദാറ്റ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ വി ഹാവ് ആൻ എക്സാമ്പിൾ. ഫൈൻഡ് ദി ഓർഡർ ഓഫ് ദ സൈക്കിൾ 1457 ഇൻ S8. S8ലാണ്. അപ്പോൾ നമുക്കിതിനെ സിഗ്മ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ സ്ക്വയർ കാണാം. പവറുകൾ ഇങ്ങനെ കണ്ടുപോവുക. അപ്പോൾ എവിടെയാണോ ഐഡൻറ്റിറ്റി കിട്ടുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു സിഗ്മയാണ്. ദാറ്റ് ഈസ് ഈ സിഗ്മേനെ നമ്മൾ നൊട്ടേഷനിൽ S8ലെ ഫോമിൽ എഴുതിയാൽ 1 2 3 4 5 6 7 8, 1 to 4 ആണ്, 4 to 5, 5 to 7, 7 to 1, 2 3 6 8 ഫിക്സഡ് ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു സിഗ്മയാണ്. അപ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ സിഗ്മ ഇൻറ്റു സിഗ്മ ദാറ്റ്സ് ഈക്വൽ ടു 1 2 3 4 5 6 7 8. ദെൻ വി ഹാവ് 4 2 3 5 7 6 1 8. Again 1 2 3 4 5 6 7 8. Then 8 ഉണ്ടാവും. ഓക്കെ, 4 2 3 5 7 6 1 8. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 വി ഗെറ്റ് 1 2 4 4 2 5. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 2 3 7 1 6 4 8 ആണ്. ദിസ് ഈസ് നോട്ട് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ല. ഇനി നമ്മൾ സിഗ്മ ക്യൂബ് ആണ്. സിഗ്മ ക്യൂബ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ. അപ്പോൾ ഇതാണ് സിഗ്മ സ്ക്വയർ. അതിനെ വീണ്ടും നമ്മുടെ സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ലൈക്ക് ദിസ്. ദെൻ വി ഗെറ്റ് 1 2 3 4 5 6 7 8 7 2 3 1 4 6 5 8. This is also not equal to the identity transformation. The next sigma raised to 4 ആണ്. That is sigma cube into sigma. ഈ sigma ക്യൂബും then നമ്മുടെ സിഗ്മയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഓക്കെ കറക്റ്റ് നമുക്ക് 1 to 4 ആണ്, 4 to 1 ആണ്. ദെൻ 1 to 1 എഴുതി. ദെൻ 2 to 2 ആണ്, 2 to 2. ദെൻ വി ഗെറ്റ് 3 to 3 3 to 3. ദാറ്റ് ഈസ് ഓക്കെ. 4 to 5 ആണ്, 5 to 4 ആണ്. അപ്പോൾ 4 to 4 എന്ന് കിട്ടും. ദെൻ അങ്ങനെ ഓരോ എലമെൻറ്റും നമുക്ക് കിട്ടും. വി ഗെറ്റ് ദി ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. അപ്പോൾ സിഗ്മ റൈസ് ടു 4-നാണ്, 4th പവറിനാണ് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ കിട്ടുന്നത്. സോ ഹിയർ എം ഈക്വൽ ടു 4 ആണ്. ദെർഫോർ ഓർഡർ ഓഫ് സിഗ്മ ഈക്വൽ ടു 4 ഇൻ S8. S8ലെ നമുക്ക് തന്നിട്ടുള്ള പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ 1 4 5 7 എന്ന പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ 4 ആണ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ജനറലി ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകൾ, ഇപ്പോൾ പവറുകൾ ഒരുപാട് 4th പവർ വരെ നമ്മൾ കണ്ടു. അപ്പോൾ പവർ കാണാതെ തന്നെ നമുക്ക് ഒരു സൈക്കിളിൻ്റെ ഓർഡർ കാണാൻ നമുക്ക്
ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഇഫ് സിഗ്മ ഇസ് എ സൈക്കിൾ ഓഫ് ലെങ്ത്ത് എം, ഒരു സൈക്കിൾ ഓഫ് ലെങ്ത്ത് എം ആണെങ്കിൽ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആ സൈക്കിളിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അതാണ് സൈക്കിളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ 1, 4, 5, 7 ആയിരുന്നു. അതിൻ്റെ 4 എലമെൻറ്റ്സ് ആണ് അതിലുള്ളത്, 1, 4, 5, 7. സോ സൈക്കിൾ ഓഫ് ലെങ്ത്ത് 4 ആണ് സിഗ്മ. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ ലെങ്ത്ത് എം ആണെങ്കിൽ ഓർഡർ ഓഫ് സിഗ്മ എന്തായിരിക്കും? ലെങ്ത് ഓഫ് സിഗ്മ തന്നെ ആയിരിക്കും. ലെങ്ത് ഓഫ് സിഗ്മ ദാറ്റ്സ് ഈക്വൽ ടു എം. അപ്പോൾ സൈക്കിളിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു പെർമ്യൂട്ടേഷനെ നമ്മൾ സൈക്കിളായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ സൈക്കിളിൻ്റെ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഈസി ആയിട്ട് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യാതെ തന്നെ ഓർഡർ പറയാൻ പറ്റും. അനദർ പ്രോബ്ലം, ഫൈൻഡ് ദി ഓർഡർ ഓഫ് ദ ഫോളോയിങ് പെർമ്യൂട്ടേഷൻസ് ഇൻ S8. സിഗ്മ ഈക്വൽ ടു 4, 5, 2, 3, 7. നേരത്തെ നമുക്ക് ഒറ്റ സൈക്കിളായിരുന്നു തന്നത്, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏത് ഓർഡർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. സോ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ പവർ കണ്ടിട്ട് ചെയ്യണം. സിഗ്മ ഈക്വൽ ടു 4, 5, 2, 3, 7 ആണ്. അപ്പോൾ ആദ്യം സിഗ്മേനെ നമുക്ക് എഴുതണം. S8ലാണ് 1, 2, 3, 4, 5, 6, 7, 8. 4 to 5, 5 to 4 ആണ്. ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. ദെൻ 1, 2, 3, 4, 5, 6, 7, 8. 2 to 3, 3 to 7, 7 to 2. ബാക്കി ഫിക്സഡ് ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സിഗ്മ ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8. 1 to 1, 1 to 1. 2 to 3, 3 to 3. Then 3 to 7, 7 to 7. We get 1, 3, 7, 5, 4, 6, 2, 8. ഇതാണ് സിഗ്മ. ദെൻ നമുക്ക് സിഗ്മ സ്ക്വയർ കാണണം. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു സിഗ്മ, ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 7, 8 ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് 1, 3, 7, 5, 4, 6, 2, 8 ആണ്. ദെൻ വൺസ് അഗെയിൻ 1, 3, 7, 5, 4, 6, 2, 8. We get by multiplying another permutation in S8, that is sigma square is 1, 7, 2, 4, 5, 6, 3, 8. So ഇത് ഐഡൻറ്റിറ്റി അല്ല. ദെൻ അഗെയിൻ നമ്മൾ പവർ കാണണം. സിഗ്മ ക്യൂബ്, ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ, വി ഗെറ്റ് എങ്ങനെ കിട്ടും? ദിസ് ഈസ് ആൾസോ നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ദെൻ സിഗ്മ റൈസ് ടു 4 കാണണം. സിഗ്മ ക്യൂബ് ഇൻറ്റു സിഗ്മ, വി ഗെറ്റ് this is. So this is also not the identity transformation. We find sigma raised to 5, that is sigma raised to 4 into sigma, then we get this is also not identity transformation. So sigma raised to 6 equal to sigma raised to 5 into sigma, that is we get the identity transformation. ഇവിടെ 1 to 1 ആണ്, 1 to 1. So we get 1 to 1. 2 to 3, 3 mapped into 2, that is 2 to 2. 3 to 7 ആണ്, 7 mapped into 3, that is 3 to 3. Then 4 to 5, 5 to 4 ആണ്, 4 to 4 എന്ന് കിട്ടും. Similarly 5 to 5, 6 to 6, 7 to 7, 8 to 8. That is the identity permutation. So we get a 6th power. Therefore order of സിഗ്മ ഈക്വൽ ടു 6 എന്ന് കിട്ടും. ദെൻ അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ബി പാർട്ടിൽ തന്നുള്ളത് ടോ ആണ്. ടോ ഈക്വൽ ടു വി ഗെറ്റ് ടോ ഈക്വൽ ടു 1, 4, 3, 5, 7, 8. ദാറ്റ് ഈസ് ഇൻ S8 വി ഗെറ്റ് 1 to 4, 4 to 1. ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. Similarly 1, 2, 3, 4, 5, 6, 7, 8, that is equal to 3 to 5 ആണ്, 5 to 7, 7 to 8, 8 to 3. ബാക്കി ഫിക്സഡ് ആണ്. 1 to 4,
അതുപോലെ 6 ഫിക്സഡ് ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോയുടെ ഫോം നമുക്കിങ്ങനെ കിട്ടും. 1 2 3 4 5 6 7 8 4 2 5 1 7 6 8 3 എന്ന് കിട്ടും. ദെൻ ടോ, ദാറ്റ് ഈസ് ടോ ആണ്. ദെൻ ടോ സ്ക്വയർ കണ്ടാൽ ടോ ഇൻറ്റു ടോ നമുക്കിങ്ങനെ കിട്ടും. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ദെൻ ടോ ക്യൂബ് അഗെയിൻ നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ദെൻ ടോ റേസ് ടു 4, ടോ ക്യൂബ് ഇൻറ്റു ടോ ആണ്. ദാറ്റ് ഈസ് ടോ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ടോ ക്യൂബ് ഇൻറ്റു ടോ. ദാറ്റ് ഈസ് ടോ ക്യൂബ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 4 2 8 1 3 6 5 7 ആണ്. ദെൻ ടോ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 4 2 5 1 7 6 8 3. Then by multiplying we get 1 2 3 4 5 6 7 8. S8ലാണ് 1 to 4 4 to 1 ആണ്. So 1 to 1, 2 to 2, then again 2 to 2, 3 to 5, then 5 to 3 ആണ്. 4 to 1 ആണ്, 1 to 4, then 5 to 7, 7 to 5. So 5 to 5 എന്ന് കിട്ടും. Then 6 ആണ് അടുത്ത് നോക്കുന്നത്. 6 to 6 ആണ്, ഇവിടെയും 6 to 6 ആണ്. Then 7 to 8 ആണ്, 8 മാപ്പ് ചെയ്യുന്നത് 7ലേക്കാണ്. 8 to 3 ആണ്, 3 8ലേക്കാണ്. So 8 to 8. This is the identity permutation. So order of tau equal to, we get 4th പവറിനാണ് കിട്ടുന്നത് 4 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ സിഗ്മ ഒരു 2 സൈക്കിളും ഒരു 3 സൈക്കിളും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. 2 സൈക്കിളും 3 സൈക്കിളും. ടോ എന്ന് പറയുന്നത് ഒരു 2 സൈക്കിളും ഒരു 4 സൈക്കിളും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഓർഡർ ഓഫ് സിഗ്മ നമുക്ക് 6 കിട്ടിയിരുന്നു. ഓർഡർ ഓഫ് ടോ 4 ആണ് കിട്ടിയത്. ഇപ്പോൾ 2ഉം 3ഉം LC എടുത്താണ് നമുക്ക് 6 കിട്ടുന്നത്. അതുപോലെ 2ൻ്റെയും 4ൻ്റെയും LC ആണ് 4. സോ ഒരു സൈക്കിളിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്. ഒരു പെർമ്യൂട്ടേഷൻ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് if sigma is a permutation expressed as a product of disjoint cycles, then the order of sigma equal to LCM of order of each cycle. ഓരോ സൈക്കിളിൻ്റെയും ഓർഡറിൻ്റെ LCM. അപ്പോൾ ഇവിടെ എന്ത് വരും? ആദ്യത്തെ സൈക്കിളിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതൊരു 2 സൈക്കിളാണ്, അപ്പോൾ അതിൻ്റെ ലെങ്ത്താണ് അതിൻ്റെ ഓർഡർ 2 ആണ്. രണ്ടാമത്തെ സൈക്കിൾ 3 സൈക്കിളാണ്, അതിൻ്റെ ലെങ്ത്ത് 3 ആണ്, അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ LCM of 2, 3. ആദ്യത്തെ കേസിൽ അതാ വരിക. രണ്ടാമത്തെ കേസിൽ LCM of 2, 4. സോ 6 എന്ന് കിട്ടും. അപ്പോൾ ഓർഡർ ഓഫ് ഈച്ച് സൈക്കിൾ എന്നതിന് പകരം ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ഈച്ച് സൈക്കിൾ എന്നും പറയാം. LCM ഓഫ് ഓർഡർ ഓഫ് ഈച്ച് സൈക്കിൾ ഓർ ലെങ്ത് ഓഫ് ഈച്ച് സൈക്കിൾ, LCM. അതിൻ്റെ LCM ആണ് ഒരു ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുന്ന പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ വരുന്നത്. ഓക്കെ, താങ്ക് യു.